we have started the new chapter electromagnetic induction. There we studied about Faraday's laws of electromagnetic induction. രണ്ട് ഇമ്പോർട്ടൻറ്റ് ലോസ് ആണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻസിൻ്റെ പഠനത്തിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായിരുന്നു? ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് produces an induced EMF and hence an induced current is set up എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. That is, change in magnetic flux produces an induced EMF which sets an induced current. ഇതാണ് നമ്മൾ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നതിലൂടെ പഠിച്ചത്. ഇനി അവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കി. ഇറ്റ് ഗീവ്സ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഓർ ഹൗ മച്ച് EMF is produced എന്നുള്ളതാണ് ആ ലോയിലൂടെ നമ്മൾ കണ്ടെത്തിയത്. ആൻഡ് ബേസ്ഡ് ഓൺ ദ സെക്കൻഡ് ലോ വി ഡിസ്കസ്ഡ് ദാറ്റ് ദിസ് ഇൻഡ്യൂസ്ഡ് EMF is directly proportional to the rate of change of magnetic flux linked with the circuit. E is proportional to d phi by dt. ഇനി ഈ സർക്യൂട്ടിൽ ഉണ്ടായിട്ടുള്ള ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ലെൻസസ് ലോയിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 1833 ഹെൻറിച്ച് ലെൻസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് ഈ ഒരു എക്സ്പ്ലനേഷൻ കൊണ്ടുവരുന്നത്. നമ്മൾ പറഞ്ഞു ഫാരഡേസ് ലോയുടെ എക്സ്പെരിമെൻറ്റിലൂടെ ഫ്ലക്സിൽ ഉണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ച് സർക്യൂട്ടിൽ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ആരെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്? ഫ്ലക്സിൽ ഉണ്ടാവുന്ന മാറ്റത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉണ്ടായിട്ടുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാണ് ലെൻസസ് ലോയിലൂടെ. സോ ലെൻസസ് ലോ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഡിറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് സച്ച് ദാറ്റ് ഇറ്റ് ഒപ്പോസസ് ദ കോസ് വിച്ച് പ്രൊഡ്യൂസസ് ഇറ്റ്. അതായത് നമ്മൾ പറഞ്ഞു ഫാരഡേ ലോ എക്സ്പ്ലനേഷൻ എക്സ്പെരിമെൻറ്റിലൂടെ നമ്മൾ ഫ്ലക്സിൽ ഉണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ചാണ് സർക്യൂട്ടിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഉണ്ടായിട്ടുള്ള ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് ഏതൊരാൾ കാരണമാണോ ആ സർക്യൂട്ടിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായിട്ടുള്ളത് അതിനെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിരിക്കും ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള കറണ്ടിൻ്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ദിസ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഈ ഫ്ലക്സിൽ ഉണ്ടാവുന്ന മാറ്റത്തിൻ്റെ കാരണത്താലാണ് അവിടെ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഫ്ലക്സിന് ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ E ഈസ് ഈക്വൽ ടു മൈനസ് d phi ഡിവൈഡഡ് ബൈ dt. അപ്പോൾ ഇവിടുത്തെ ഫ്ലക്സിൽ ഉണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ച് കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് പറയണം. അതോടൊപ്പം തന്നെ ഇറ്റ് ഒബേസ് കൺസർവേഷൻ ഓഫ് എനർജി എന്നതിനെ കൂടി നമുക്കവിടെ മനസ്സിലാക്കാനുണ്ട്. So let us see the direction of this induced EMF. അതിനുവേണ്ടി നമ്മളുടെ ഫാരഡേയുടെ എക്സാമ്പിൾ തന്നെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഒരു കോയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ ഒരു ഗാൽവനോമീറ്ററിലേക്ക് കണക്ട് ചെയ്തു. ഇതിൻ്റെ അടുത്തേക്കായിട്ട് നമ്മളൊരു മാഗ്നറ്റിനെ സംബന്ധിച്ച് നമുക്കറിയാം രണ്ട് പോൾസിൻ്റെ നോർത്ത് സൗത്ത് പോൾസ്. ഇനി ഇതിനകത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമുക്കറിയാം. ഇറ്റ് സ്റ്റാർട്ട് ഫ്രം നോർത്ത് പോൾ ആൻഡ് എൻഡ്സ് ടു ദ സൗത്ത് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഈ ഒരു മാഗ്നറ്റിനെ നമ്മൾ മൂവ് ചെയ്ത് ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. കൊണ്ടുവരുന്നതിൻ്റെ ഫലമായിട്ട് നമുക്കറിയാം ഇതിനകത്ത് കൂടി എത്ര ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നുണ്ടോ അതിനനുസരിച്ചാണ് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലേ. മാഗ്നറ്റ് ഈസ് മൂവ്ഡ് ടുവേർഡ്സ് ദ കോയിൽ, there is an increase in the flux. അപ്പോൾ ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ മാഗ്നറ്റിക്
മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഈ കോയിൽ ഒരു മാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യും. അപ്പൊ നോർത്ത് പോൾ ആവുന്ന സമയത്ത് നമ്മൾ ഈ കോയിൽ എന്തിനാണ് ശ്രമിക്കാന്ന് വെച്ചാൽ ഇതിനെ ഇതിലേക്ക് കടത്തി വിടാതിരിക്കാനാണ് ശ്രമിക്കുക. അതിനു വേണ്ടി അപ്പൊ ഈ ഒരു കോയിലിന്റെ ഈ എൻഡ് നോർത്ത് ആയിട്ട് ബിഹേവ് ചെയ്യും, ഈ എൻഡ് സൗത്ത് ആയിട്ട് ബിഹേവ് ചെയ്യും. അങ്ങനെ നമ്മൾ ഈ മാഗ്നറ്റിനെ അടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നോർത്ത് വരുമ്പം ഇവിടെ റിപ്പൽഷൻ അനുഭവപ്പെടും. അതിന്റെ അർത്ഥം എന്താണ്? ഇറ്റ് വോണ്ട് അലൗ the magnet to enter to the coil. It won't allow the magnet to enter inside this coil. അപ്പോൾ റിപ്പൽഷൻ, സ്ട്രോങ് റിപ്പൽസീവ് ഫോഴ്സ് അനുഭവപ്പെടുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പുറമേ നിന്ന് ഒരു വർക്ക് ചെയ്യും. അതായത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തുകൊണ്ട് നമ്മൾ ഈ മാഗ്നറ്റിനെ ഇതിൻ്റെ അകത്തേക്ക് കടത്തിവിടും. അപ്പൊ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഗാൽവനോമീറ്ററിൽ ഒരു ഡിഫ്ലക്ഷൻ കാണാൻ സാധിക്കും. അതിന്റെ അർത്ഥം ഇവിടെ ഒരു ഇൻഡ്യൂസ്ഡ് കറന്റ് സെറ്റപ്പ് ചെയ്തു. അതിന്റെ ഫലമായിട്ടാണ് ഈ ഗാൽവനോമീറ്ററിൽ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഫ്ലോ ചെയ്യുന്ന കറന്റിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് റിപ്പൽഷൻ ആയതുകൊണ്ട് തന്നെ the direction of the current will be in anti-clockwise direction. Anti-clockwise directionലായിരിക്കും അവിടെ കറന്റ് ഫ്ലോ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഈ മാഗ്നറ്റിനെ പുറകോട്ട് വലിക്കുകയാണ്. പുറകോട്ട് വലിക്കുന്ന സമയത്ത് ഈ കോയിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ പുറകോട്ട് വിടാതിരിക്കാനാണ് ശ്രമിക്കുക. അപ്പൊ നേരത്തെ അകത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇതിനെ കയറ്റി വിടാതിരിക്കാൻ ശ്രമിച്ചു. എന്നാൽ നമ്മൾ പുറമേ നിന്ന് ഒരു വർക്ക് ചെയ്തുകൊണ്ട് ഇതിനെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞ ശേഷം പിന്നെ ഇതിനെ എന്ത് ചെയ്യുന്നില്ല, കോയില് പുറകോട്ട് വിടാൻ തയ്യാറല്ല. അപ്പൊ നമുക്കറിയാം ഇതിനെ പുറകോട്ട് മൂവ് ചെയ്യിക്കാന്ന് പറയുമ്പോൾ ഫ്ലക്സില് മാറ്റം സംഭവിക്കുന്നുണ്ട്. എന്ത് മാറ്റാണ് സംഭവിക്കുന്നത്? ഇറ്റ് ഡിക്രീസസ്. കാരണം എന്താണ്? ഇതിലൂടെ കടന്നു പോകുന്ന ഫീൽഡ് ലൈൻസിന്റെ എണ്ണം കുറയുന്നു. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ഫ്ലക്സും കുറയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇത് ഒരു മാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഇതിനെ പുറകോട്ട് മൂവ് ചെയ്യാതിരിക്കാനാണ് അത് ശ്രമിക്കുക. അന്നേരം അപ്പൊ പുറകോട്ട് മൂവ് ചെയ്യാതിരിക്കണമെങ്കിൽ ഇവിടെ ഇതിന്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യും. ഇത് സൗത്ത് പോൾ ആയിട്ട് ബിഹേവ് ചെയ്യും, ഇത് കോയിലിന്റെ നോർത്ത് പോൾ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും സൗത്തും നോർത്തും കൂടി ചേർന്ന് ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യും. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു ഫോഴ്സ് കൊടുത്തിട്ട് വേണം, അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്തിട്ട് വേണം അതിനെ പുറകോട്ട് കൊണ്ടുവരാൻ. ആ ചെയ്യുന്ന വർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാഗ്നറ്റ് പുറകോട്ട് വലിക്കും. സോ ഈ അട്രാക്റ്റീവ് ഫോഴ്സിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഒരു വർക്ക് ചെയ്യണം. അങ്ങനെ ഈ മാഗ്നറ്റിനെ പുറകോട്ട് വലിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നോർത്ത് സൗത്ത് ആണ്. സോ ദ കറന്റ് വിൽ ഫ്ലോ ഇൻ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. Clockwise direction. North വന്ന സമയത്ത് the current will be flowing in anti-clockwise direction. North south attractive force ആവുന്ന സമയത്ത് current will flow in clockwise direction. ഓർത്ത് വയ്ക്കാൻ ഈ രണ്ട് സിമ്പിള് മനസ്സിലാക്കിയാൽ മതി. അപ്പം ഇങ്ങനെ നമ്മളൊരു വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? ആ ചെയ്യുന്ന വർക്കാണ് ഇറ്റ് ഈസ് ദ മെക്കാനിക്കൽ എനർജി. ആ മെക്കാനിക്കൽ എനർജിയുടെ ഫലമായിട്ടാണ് ഈ സർക്യൂട്ടിൽ ഒരു ഇൻഡ്യൂസ്ഡ് കറന്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദാറ്റ് മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. So it obeys law of conservation of energy. എന്താണ് law of conservation of energy? Energy is neither created nor destroyed. അതന്നെയല്ലേ ഇവിടെ നടന്നിട്ടുള്ളത്. നോക്കുക, നമ്മൾ ഈ മാഗ്നറ്റിനെ മൂവ് ചെയ്യുന്ന സമയത്ത് എനർജി നഷ്ടപ്പെടുന്നുണ്ടോ?
അല്ലെങ്കിൽ അവിടെ പുതിയ ഒരു എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എനർജി ഈസ് നൈദർ ക്രിയേറ്റഡ് നോർ ഡെസ്ട്രോയിഡ്. ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഈ ചെയ്യുന്ന വർക്കിന്റെ ഫലമായിട്ട് ഈ സർക്യൂട്ടിനകത്ത് ഒരു കറന്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക ചെയ്തത്. അപ്പോൾ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മെക്കാനിക്കൽ എനർജി. ആ മെക്കാനിക്കൽ എനർജി എന്ത് എനർജി ആയിട്ടാണ് സർക്യൂട്ടിൽ കൺവേർട്ട് ചെയ്തിട്ടുള്ളത്? ആസ് ഇലക്ട്രിക്കൽ എനർജി. സോ ദിസ് ഒബേ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അപ്പൊ ഇതാണ് ലെൻസസ് ലോയിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഹെൻറിച്ച് ലെൻസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഫാരഡേയുടെ ലോയിലൂടെ മനസ്സിലാക്കി തന്നത് എന്താണ്? അവിടെ ഫ്ലോ ചെയ്യുന്ന കറന്റിന്റെ ഡയറക്ഷൻ എന്താണ്, എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ലെൻസസ് ലോയിലൂടെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വാട്ട് ഇറ്റ് സേസ് ദാറ്റ് the direction of induced EMF is such that it opposes the change in magnetic flux. മാഗ്നറ്റിക് ഫ്ലക്സിൽ ഉണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ച് അതിന് ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിരിക്കും ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ ഡിറക്ഷൻ എന്നുള്ളതാണ്, ദ ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡിറക്ഷൻ എന്നുള്ളതാണ് ലെൻസസ് ലോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിന് അദ്ദേഹം എടുത്തത് ഫാരഡേയുടെ എക്സ്പെരിമെന്റ് തന്നെയാണ്. ഒരു കോയിൽ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തു. ഇനി മാഗ്നറ്റിനെ അതിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യിച്ച് കൊണ്ടുവരികയാണ്. മൂവ് ചെയ്യിച്ച് കൊണ്ടുവരുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ ഒരു ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആ ഫ്ലക്സിന്റെ ഫലമായിട്ട് ഇവിടെ നമുക്കറിയാം ഒരു ആക്ച്വൽ കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഫലമായിട്ട് ഇതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ കോയിലും ഒരു മാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യും. ആ സമയം ഈ കോയില് ഈ മാഗ്നറ്റിനെ കടത്തി വിടാതിരിക്കാനാണ് ശ്രമിക്കുക. അങ്ങനെ കടത്തി വിടാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു നോർത്ത് പൊളാരിറ്റി ക്രിയേറ്റ് ചെയ്യും. നോർത്ത് വരുമ്പോൾ റിപ്പൽഷൻ. ആ റിപ്പൽസീവ് ഫോഴ്സിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് ഈ മാഗ്നറ്റിനെ ഇതിന്റെ ഉള്ളിലേക്ക് കടത്തി വിടാൻ. അപ്പോൾ എക്സ്റ്റേണൽ വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഈ മാഗ്നറ്റിനെ കടത്തി വിടുമ്പോൾ ഇവിടെ ഈ ഗാൽവനോമീറ്ററിൽ ഒരു ഡിഫ്ലക്ഷൻ കാണാൻ സാധിക്കും. അതിന്റെ അർത്ഥം ആ സർക്യൂട്ടിൽ ഒരു ഇൻഡ്യൂസ്ഡ് കറന്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആയിരിക്കും. അത് ഓർത്തു വെക്കാനാണ്. നോർത്ത് റിപ്പൽഷൻ വരുമ്പോൾ ഈ രണ്ട് എൻസ് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആയിരിക്കും. ഇനി ഈ കോയിലിനകത്ത് കടത്തിവിട്ട മാഗ്നറ്റിനെ നമ്മൾ പുറകോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഈ കോയില് അതിനെ പുറം തള്ളാതിരിക്കാനാണ് ശ്രമിക്കുക. പുറം തള്ളാതിരിക്കണമെങ്കിൽ ആ കോയിൽ അതിന്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യും. സൗത്ത് നോർത്ത് പൊളാരിറ്റി ആക്കും. അപ്പൊ നമുക്കറിയാം ഇവിടെ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും അനുഭവപ്പെടുക. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് ഈ മാഗ്നറ്റിനെ പുറകോട്ട് മൂവ് ചെയ്യിക്കാൻ. അതിനുവേണ്ടി നമുക്കൊരു വർക്ക് ചെയ്യേണ്ടതുണ്ട്. ആ ചെയ്യുന്ന വർക്കിനനുസരിച്ച് അപ്പോൾ ഫ്ലക്സിൽ എന്താണ് ചെയ്യുന്നത്? ദ ഫ്ലക്സ് ഡിക്രീസസ്. അപ്പോൾ ആസ് എ റിസൾട്ട് there occurs a deflection in the galvanometer, but it is in the opposite direction. അപ്പൊ നമുക്ക് അറിയാം അവിടെ ഫ്ലോ ചെയ്യുന്ന കറന്റിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആയിരിക്കും. അതാണ് നമ്മൾ സൗത്ത് അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും ആ സൗത്ത് അതിന്റെ ഡയറക്ഷൻ ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇറ്റ് ഒബേസ് കൺസർവേഷൻ ഓഫ് എനർജി. ദാറ്റ് ഈസ് ചെയ്യുന്ന വർക്കാണ് അവിടുത്തെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ദ മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി എന്നുള്ളതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കണ്ടീഷൻ. അപ്പോൾ ഇത് എക്സാമിന് വരാറുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് ലെൻസസ് ലോ, explain it is a consequence of conservation of energy. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒന്നാണ്. അപ്പോൾ ഈ ഡയറക്ഷൻ അത് രണ്ടും അതോടൊപ്പം തന്നെ ഓർത്തു വെക്കേണ്ട കാര്യമാണ്. മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി എന്നുള്ളതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതി വെക്കേണ്ട ഒരു എക്സ്പ്ലനേഷൻ. ദാറ്റ്സ് ഫോർ ടുഡേയ്സ് ക്ലാസ്.